ന്യൂ ടെക്സ്റ്റ് പ്രകാരം 13th ചാപ്റ്റർ, പുതിയ ടെക്സ്റ്റ് പുതിയ സിലബസിലെ ചാപ്റ്റർ നമ്പർ 13 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ 10th സ്റ്റാറ്റിസ്റ്റിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ആരംഭിക്കാം. 10th സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിച്ചത്, 10th പഠിച്ചതിൽ നിന്ന് +1 എന്താണ് എക്സ്ട്രാ നമുക്ക് പഠിക്കാനുള്ളതെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. 10th നമ്മൾ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ ടെൻഡൻസി ഓഫ് സെൻട്രൽ ഒബ്സർവേഷൻസ് ആണ്, അല്ലെങ്കിൽ ദ ടെൻഡൻസി ഓഫ് സെൻട്രൽ എലമെന്റ്സ് ആണ് നമ്മൾ 10th ഡിസ്കസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ നിന്നും ഈ +1 സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള ചേഞ്ച് എന്തെന്നാണ് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ 10th പഠിച്ചത് മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി സെൻട്രൽ ടെൻഡൻസി 10th നമ്മൾ പഠിച്ച മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഇനി മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്തെന്ന് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ 3 മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മീൻ, 2 മീഡിയൻ, തേർഡ് വൺ ഈസ് മോഡ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഇതാണ് മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, വിച്ച് മീൻസ് ആവറേജ് ഇവാലുവേറ്റ് ചെയ്യും. ആവറേജ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ആണ് മീൻ, മീഡിയൻ, മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മീൻ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ഒബ്സർവേഷൻ. ഇപ്പൊ എക്സ് ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. വെൻ എക്സ് ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, then mean x bar equal to sigma, the sum of the observation by number of observation. The sum of the observation by number of observation. What is median? മീഡിയൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതും. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി അതിന്റെ ഒബ്സർവേഷന്റെ എണ്ണം വെച്ച്, ഒബ്സർവേഷന്റെ എണ്ണം, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഈവൻ ആണെങ്കിൽ ഒരു മെത്തേഡ്, ഓഡ് ആണെങ്കിൽ അനദർ മെത്തേഡ്. ഇത് നമ്മൾ 10th ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മോഡ്? Most number of repeated element in the observation is called mode. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ 10th പഠിച്ച ഫാക്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ ഈസ് ദ സം ഓഫ് ദ ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. മീഡിയൻ, the number of observation is even. ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. the number of observation even ആണെങ്കിൽ ഒരു മെത്തേഡ്, ഓഡ് ആണെങ്കിൽ another method. ഇനി മോഡ്. what is mode? the most number of repeated observation in the grouped data or ungrouped data is called mode. അപ്പൊ മീൻ, മീഡിയൻ, മോഡ് മൂന്നും നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്? 10th പഠിച്ചിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഫസ്റ്റ് ഇയർ? 11th സ്റ്റാൻഡേർഡിലെ സ്റ്റാറ്റിസ്റ്റിക്സിന് എന്താണ് പ്രാധാന്യം എന്ന് ആദ്യം പറയാം. ഇവിടെ മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെങ്കിൽ ഇവിടെ 11th നമ്മൾ പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് ഈ സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ, ദ മെത്തേഡ് ഓഫ് ഡിസ്പേർഷൻ എന്ന് വിളിക്കും. അതിനെ മെത്തേഡ് ഓഫ് ഡിസ്പേർഷൻ. Method of dispersion. Method of dispersion. What is method of dispersion? Just introduction മാത്രം പറയുന്നേ ഉള്ളൂ. What is method of dispersion? ഇപ്പൊ ഞാൻ സെന്ററിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പൊ 5 ഒബ്ജക്ട്സ് ആണ് മാർക്ക് ചെയ്തു. 1, 2, 3, 4 and 5. There are 5 objects. ഈ സെന്ററിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മൾ മീൻ, മീഡിയൻ, മോഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ഈ സെന്ററിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നും മറ്റ് ഒബ്ജക്റ്റിലേക്കുള്ള വേരിയേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് ഡിസ്പെർഷൻ. ഈ സെന്ററിൽ ഒരു ഒബ്ജക്റ്റ് ആണ്. there are 1, 2, 3, 4, 5 ഒബ്ജക്റ്റ്. ഈ സെന്ററിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നും മറ്റ് ഒബ്ജക്റ്റിലുള്ള ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ, സച്ച് എ വേരിയേഷൻ ഈസ് കോൾഡ് ഡീവിയേഷൻ. ആ വ്യത്യസ്ത തരത്തിലുള്ള, അപ്പൊ അതേപോലെ തന്നെ ഈ എലമെന്റ്സിന്റെ വേരിയേഷൻ കാണും, ഈ എലമെന്റ്സിന്റെ വേരിയേഷൻ കാണും. ഈ സെന്ററിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനനുസരിച്ച് മറ്റ് ഒബ്ജക്റ്റുകൾക്കുള്ള വേരിയേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ ഈ വർഷം ഡിസ്കസ് ചെയ്യും. മെത്തേഡ് ഓഫ് ഡിസ്പേർഷൻ ഈസ് ദ വേരിയേഷൻ ചേഞ്ചസ്
from the variations from the central object to the other object. അത് ഡിസ്കസ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ. എന്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ, ടു ഇവാലുവേറ്റ് ദ മെത്തേഡ് ഓഫ് ഡിസ്പെർഷൻ, ടു ഇവാലുവേറ്റ് ദ ഡിസ്പെർഷൻ. ഡിസ്പേഴ്സണെ ഇവാലുവേറ്റ് ചെയ്യണം. ആ ഡിസ്പേഴ്സണെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിസ്പേർഷൻ? ദ സെൻട്രൽ ഒബ്ജക്റ്റിനെ അനുസരിച്ച് മറ്റ് ഒബ്ജക്റ്റുകൾക്കുള്ള വേരിയേഷൻസ്, സച്ച് എ വേരിയേഷൻ ഈസ് കോൾഡ് ഡീവിയേഷൻസ്. ആ ഡീവിയേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് സാർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. 10th പഠിച്ചിട്ടുള്ള മെത്തേഡ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് മാറി ദ മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സണിലോട്ട് മാറി. ആ മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൺ ആരൊക്കെയാണ്, അതാണ് സാർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി, നോട്ട് ചെയ്യണ്ട. മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൺ, സാർ അതിന് MD എന്നെടുക്കണം, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് തന്നെ എഴുതാം. നമുക്ക് മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൺ, മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൺ, മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൺ, മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൺ. മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സണെ സാർ 3ആയി ഡിവൈഡ് ചെയ്യും. മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൺ കണ്ടുപിടിക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സ് ആണ് ഈ വർഷം നമുക്ക് ഡിസ്പേഴ്സൺ ഇവാലുവേറ്റ് ചെയ്യാം. വാട്ട് ഇസ് ഡിസ്പേഴ്സൺ? ദ ചേഞ്ച് ഓഫ് ദ അതർ ഒബ്ജക്റ്റ് ഫ്രം ദ സെൻട്രൽ ഒബ്ജക്റ്റ്, അതർ വേരിയേഷൻസ്. ദ വേരിയേഷൻസ് ഈസ് കോൾഡ് ഡീവിയേഷൻസ്. ഈ ഡീവിയേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ്, there are 4 methods are available. First one is range. First one is range. രണ്ട്, mean deviation. Mean deviation. Mean deviation. Third one is standard deviation. Standard deviation. മെത്തേഡ്സ് ഏതൊക്കെയാണ്? റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിൽ ഇനി എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം? ഈ മെത്തേഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെത്തേഡ് ഓഫ് ഡിസ്പേർഷൻ ഇവാലുവേറ്റ് ചെയ്യും. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡിസ്പേർഷൻസ്? ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൂടാതെ ഈ 3 എണ്ണം കൂടാതെ ഒരെണ്ണം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നതാണ് റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫോർത്ത് വൺ ഈസ്, അതത്ര കമ്പൽസറി ഇല്ല, നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ 3 എണ്ണമാണ് ഇമ്പോർട്ടന്റ്. ഒരെണ്ണം കൂടി നമ്മൾ പറയുന്നുണ്ട്. ആ ഒരെണ്ണം സാർ ഈ ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സ്പേസ് കിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞുതരാം. വാട്ട് ഈസ് റേഞ്ച് എന്ന് പഠിക്കണം, വാട്ട് ഈസ് മീൻ ഡീവിയേഷൻ എന്ന് പഠിക്കണം, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പഠിക്കണം. ഇനി മീൻ ഡീവിയേഷൻ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ടന്റ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയി ഡിസ്പേർഷൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് റേഞ്ച്. അതെന്തത് സാറ് പറഞ്ഞുതരാം. ഇനി മീൻ ഡീവിയേഷനിൽ എന്തെല്ലാം പഠിക്കണം? മീൻ ഡീവിയേഷനിൽ നമ്മൾ 2 ഡീവിയേഷൻസ് പഠിക്കണം. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ, ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയും പഠിക്കണം, ഗ്രൂപ്പ്ഡ് ഡേറ്റയും പഠിക്കണം. ആ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയെ തന്നെ 2ആയി ഡിവൈഡ് ചെയ്യും. ഒന്ന് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ, അല്ലെങ്കിൽ ആദ്യം മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. ഗ്രൂപ്പ്ഡ് ഡേറ്റയെ വീണ്ടും 2ആയി സ്പ്ലിറ്റ് ചെയ്യും. അത് ഒന്ന് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. 2 കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് 2ആയി ഡിവൈഡ് ചെയ്യും. അത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. കണ്ടിന്യൂസിനെ സിമിലർ കേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. മീനും ഡിവൈഡ് ചെയ്യും, മീഡിയനും ഡിവൈഡ് ചെയ്യും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിക്കോട്ടെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന മുമ്പേ
ആദ്യം നമ്മൾ വേരിയൻസ് ഇവാലുവേറ്റ് ചെയ്യണം. വേരിയൻസ് സിഗ്മ സ്ക്വയർ. സെക്കൻഡ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിന്റെ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമ്മൾ മെത്തേഡ് ഓഫ് ഡിസ്പെർഷൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്: ഒന്ന് റേഞ്ച്, 2 മീൻ ഡീവിയേഷൻ, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വാട്ട് ഈസ് റേഞ്ച് പഠിക്കണം. വാട്ട് ഈസ് മീൻ ഡീവിയേഷൻ, ഈ ഇരിക്കുന്നവരെ എല്ലാവരെയും പഠിക്കണം. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇത്രയും പഠിക്കുമ്പോൾ നമ്മുടെ ചാപ്റ്റർ വൈൻഡ് അപ്പ് ആവും. അപ്പൊ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് റേഞ്ച്. ഇനി ഒരു ഡീവിയേഷൻ സാറ് പറഞ്ഞത് അവസാനം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ സാർ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മാത്രം പറഞ്ഞുതരാം. ബാക്കിയുള്ള കണ്ടന്റ് ഒക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ഡിസ്പെർഷൻ ആണ് ഇത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പൊ നമുക്കിവിടെ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള റേഞ്ച്, മെയിൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ്സ് ഇനഫ്. ഇനി ഓരോന്നായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ട്രീ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. ഓക്കെ, ഒന്ന് വാച്ച് ചെയ്ത് കാണും. നോട്ട് ചെയ്യണമെന്നില്ല, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം 1 by 1 ആയി പഠിക്കാം. ഫസ്റ്റ് 1 ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്ററിന്റെ സമ്മറി എല്ലാം സാർ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 1, വാട്ട് ഈസ് റേഞ്ച്? കുട്ടികൾക്കെല്ലാം വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഡിസ്പെർഷൻ ആണ് റേഞ്ച്. വാട്ട് ഈസ് റേഞ്ച്? വാട്ട് ഈസ് റേഞ്ച്? വാട്ട് യു മീൻ ബൈ റേഞ്ച്? സിമ്പിൾ ആണ്. റേഞ്ച് മീൻസ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ സാർ എക്സാമ്പിൾ പറയാം. കുറച്ച് വാല്യൂസ് തന്നിരിക്കും. ആ വാല്യൂസ് ഒബ്സർവേഷൻസ് ആയിരിക്കും. അത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഏതൊരു ഡേറ്റ ആയിക്കോട്ടെ, അതിന്റെ മാക്സിമം റേഞ്ച് മീൻസ്, നമുക്ക് കേട്ടിട്ടുണ്ട് റേഞ്ച് അറിയാം. ഒരു കുട്ടിയുടെ റേഞ്ച് അളക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി മാക്സിമം എത്ര മാർക്ക് വാങ്ങിക്കും, മിനിമം എത്ര മാർക്ക് വാങ്ങിക്കും. ആ ബിറ്റ്വീൻ മാക്സിമം ടു മിനിമം ഈസ് കോൾഡ് റേഞ്ച്. ഇവിടെയും അതേ കോൺസെപ്റ്റ്. What is range? Range is the maximum value. Range is the maximum value minus minimum value. What is the range? Is the maximum value minus minimum value. Maximum value will നിന്ന് minimum value minus ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും range. Range is the maximum value minus minimum value. Range is the maximum value minus minimum value. സാർ പഠിപ്പിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കണം. നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് എഴുതാൻ വേണ്ടി 2 മിനിറ്റ് വെച്ച് തരും. റേഞ്ച് ഈസ് ദ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞ മാക്സിമം വാല്യൂവിൽ നിന്ന് മിനിമം വാല്യൂ മൈനസ് ചെയ്താൽ മതി. അപ്പൊ കുറച്ച് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ സാർ 5 എക്സാമ്പിൾ 5, 7, 9, 15, 17, 6, 4, 8. There are some ungrouped data. ഇതിനാണ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. Why is called ungrouped data? ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. ഡേറ്റയെ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ റിപ്പീറ്റഡ് എലമെന്റ് ഉണ്ടെങ്കിൽ അവനെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 5 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആണെങ്കിൽ 5 എന്ന് എഴുതി 5,5 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. സാർ ഒരു ഡേറ്റ കൂടി ആഡ് ചെയ്യും. 5 എന്ന് എഴുതി. 5 എത്ര ടൈംസ്? 5 2 ടൈംസ്. എക്സ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ഇങ്ങനെ എക്സും എഫും കൊടുത്തെഴുതുന്ന ഡേറ്റാസിനെ വിളിക്കുന്നവരാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഒരു ഗ്രൂപ്പും ചെയ്യാതെ ഇതുപോലെ ഒരു അറേഞ്ച്മെന്റും ഇല്ലാതെ കിടക്കുന്ന ഡേറ്റയെ വിളിക്കുന്നവരാണ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് റേഞ്ച്? റേഞ്ച് ഈസ് ദ മാക്സിമം വാല്യൂ എമംഗ് ദ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. ഈ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ മാക്സിമം വരുന്ന വാല്യൂ 15. ഈ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ഒബ്സർവ് ചെയ്യണം. മാക്സിമം വരുന്ന ഏതാണ്? 17. 17 മൈനസ് മാക്സിമം 5, 7, 9, 15, 17, 6, 4, 8, 5 minus minimum value. What is the minimum value among the ungrouped data? Is 4. 17 minus 4 equal to, answer is 13. 13 is the range of the following ungrouped data. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു ക്വസ്റ്റ്യൻ. 76, 45,
24, 12, 69 and 78. Find the range of the following ungrouped data. ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത ആൻസർ പറഞ്ഞിട്ട് ഇതിന്റെ റേഞ്ച് പറഞ്ഞ റിപ്ലൈ തന്നെ വോയിസ് ആയിട്ട് പറയണേ. Sir, 66. ആ റേഞ്ച് പറഞ്ഞേ. ആ 66 ഉണ്ട്. പിന്നെ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ പറയണം. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ എമംഗ് ദ ഒബ്സർവേഷൻ ഒന്ന് പറഞ്ഞേ. ഈ ഒബ്സർവേഷനിലെ മാക്സിമം വാല്യൂ ആരാണ്? റിപ്ലൈ തരണേ. 78. 78. What is the minimum value? 12. 12. Then what is the range? 66. 66. Very good. 66 is the answer. Maximum value 78. Minimum value 12. 78. Minimum value 12. Then range equal to 78 minus 12 equal to 66 is the answer. ഈസി അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റേഞ്ച് റിപ്ലൈ തന്നെ. റേഞ്ച് പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? റിപ്ലൈ തന്നെ. അൻഷിത, അജയ്, മീര, നാജിദ്, ആര്യ എല്ലാം റിപ്ലൈ ചെയ്തേ. ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഞ്ച് അവിടെ ഫിനിഷ് ആയി. റേഞ്ച് അവിടെ ക്ലിയർ. ഇത്രയേ ഉള്ളൂ റേഞ്ച്. അപ്പൊ ഒരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മെത്തേഡ് ഓഫ് ഡിസ്പേർഷന്റെ ഒരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡ് ആണ് പഠിക്കാൻ പോകുന്നത്. മീൻ ഡീവിയേഷൻ. റേഞ്ച് ചെറിയ മെത്തേഡ്സ് ആണ്, അതാണ് സിംപ്ലസ്റ്റ് മെത്തേഡും ആണ്. ബട്ട് അത്ര ആക്യുറേറ്റ് അല്ല. ആക്യുറേറ്റ് ആയിട്ടുള്ള ആദ്യ മെത്തേഡാണ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ആണ് അടുത്ത മെത്തേഡ്. മീൻ ഡീവിയേഷനിൽ നമുക്ക് രണ്ടെണ്ണം പഠിക്കണം. ഒന്ന് മീൻ ഡീവിയേഷൻ എബൌട്ട് മീനും പഠിക്കണം, ഒന്ന് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനും പഠിക്കണം. അത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയും പഠിക്കണം, ഗ്രൂപ്പ്ഡ് ഡേറ്റയും. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാറ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. ഒരു അൺഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു അൺഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ആ മെത്തേഡാണ് സാർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അൺഗ്രൂപ്പ് ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും പറയണം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും പറയണം. ശ്രദ്ധിച്ചിരിക്കുക ഫോർമുല. അപ്പൊ മീൻ ഡീവിയേഷന്റെ അകത്ത് ആദ്യം അൺഗ്രൂപ്പ്ഡ് ഡേറ്റ പറയുക. ഡീവിയേഷൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. സെക്കൻഡ് വൺ ഈസ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. രണ്ട് ഇക്വേഷനും നമ്മൾ പഠിക്കണം. ഒന്ന് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം അക്കോർഡിംഗ് ടു അബൌട്ട് മീൻ. How to find mean deviation about mean? Equation is simple. Sigma. Sigma, which means sum. Sigma modulus of x minus x bar.
sigma modulus of x minus. How to apply modulus? Because the deviation is always considered as positive. So sigma modulus of x minus x bar by n. Sigma modulus of x minus x bar by n. What is x? The observation. What is x bar? Mean. Sigma modulus of x minus x bar by n. What is x bar? Mean. X bar equal to sigma x by n. The equation is x bar equal to modulus of x bar equal to sigma x by n. X bar equal to sigma x by n. What is mean deviation about to mean? Sigma modulus of x minus x bar by n. X bar is mean. How to evaluate the x bar or mean? Sigma x, the sum of the observation by number of observation. The sum of the observation by number of observation. That's clear. Sigma modulus of x minus x bar by n. What is x bar? Mean. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? സിഗ്മ. ആരുടെ സിഗ്മ? ആരുടെ സം? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഓരോ അൺഗ്രൂപ്പ്ഡ് ഒബ്സർവേഷനിൽ നിന്നും അതിന്റെ മീൻ മൈനസ് ചെയ്ത് ആ മോഡുലസിന്റെ സം എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷന്റെ എണ്ണം കൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സിമിലർലി what is mean deviation about median? ചെറിയ ചേഞ്ച് മീൻ ഇരിക്കുന്ന സ്ഥാനത്ത് ആരെ കൊടുത്താൽ മതി? മീഡിയൻ കൊടുക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ എൻ. സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ എൻ. വാട്ട് ഈസ് എം? എം ഈസ് കോൾഡ് മീഡിയൻ. വാട്ട് ഈസ് എം? എം ഈസ് കോൾഡ് മീഡിയൻ. മീഡിയൻ. എം ഈസ് കോൾഡ് മീഡിയൻ. ഈ മീഡിയൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? അതാണ് അടുത്ത മെത്തേഡ്. മീഡിയൻ സാർ പറഞ്ഞു. മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ഇഫ് n is the number of observation, if n is the number of observation, അപ്പൊ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ഒബ്സർവേഷന്റെ എണ്ണം നോക്കണം. ഒബ്സർവേഷന്റെ എണ്ണം എങ്ങനെയൊക്കെ വരാം? റിപ്ലൈ ചെയ്തേ. ഒബ്സർവേഷന്റെ എണ്ണം എന്തൊക്കെ വരാം? റിപ്ലൈ ചെയ്യണേ. ഒബ്സർവേഷന്റെ എണ്ണം എന്തൊക്കെ ഒബ്സർവേഷൻസ് വരാം? റിപ്ലൈ ചെയ്യുക. ഒബ്സർവേഷന്റെ എണ്ണം എങ്ങനെയൊക്കെ വരാം? ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് എങ്ങനെയൊക്കെ വരാം? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഒന്ന് റിപ്ലൈ ചെയ്യണേ. എങ്ങനെയൊക്കെ നമ്പർ? ആ പറയുക. ഓടും ഈവനും. ആ ഓടും വരാം, ഈവനും വരാം. ഇഫ് n ഈസ് ഓഡ് കണ്ടീഷൻ ഉണ്ട്. ഇഫ് n ഈസ് ഓഡ്, ഇപ്പോൾ ഒബ്സർവേഷന്റെ എണ്ണം ഓഡ് ആണെങ്കിൽ മീഡിയൻ m ഈക്വൽ ടു n plus 1/2th observation is the median. n plus 1/2th observation സാറ് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഡേറ്റ എടുത്തു വെച്ച് അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ആ ഒബ്സർവേഷന്റെ എണ്ണം നോക്കുന്നു. ഇഫ് ഒബ്സർവേഷൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഓഡ്, ഒബ്സർവേഷന്റെ എണ്ണം ഓടാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തോളണം? ആ n plus 1/2th പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റ് ഏതോ, ഇത് പൊസിഷനാണ്. n plus 1/2th പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റ് ഏതാണോ അതായിരിക്കും അതിന്റെ മീഡിയൻ. അസെൻഡിങ് ഓർഡറിൽ എഴുതി നോക്കുന്നു. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതി ആ എഴുതുമ്പോൾ ആ എലമെന്റ് ഏതാണോ n plus 1/2th പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ മീഡിയൻ. ഇനി ഇഫ് n ഈസ് ഈവൻ, if n is even, n ഒരു ഈവൻ ആണെങ്കിൽ മീഡിയൻ m equal to
n by 2th observation plus n by 2 plus 1th observation by 2 ചെയ്താൽ മതി. ഇപ്പൊ എന്നിന്റെ എണ്ണ ഈവൻ ആണെങ്കിൽ വരുന്ന എന്നിന്റെ വാല്യൂ ഈവൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഈവൻ. If number of observation is even, then median m equal to n by 2th observation plus n by 2 plus 1th observation by 2. പേടിക്കണ്ട, ഏതാണോ എന്നിന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ അതിന്റെ പകുതി എടുക്കുക. ഇപ്പൊ 13 അല്ലെങ്കിൽ 14 എലമെന്റ് ഉണ്ട്. 14 എലമെന്റ് ഉണ്ടെങ്കിൽ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്നിട്ട് 14 എലമെന്റ് ഉണ്ടെങ്കിൽ 14 by 2 7th observation plus 14 by 2 plus 1 8th observation by 2 എന്ന് പറഞ്ഞാൽ ആ 7th ഇരിക്കുന്ന എലമെന്റ് പ്ലസ് 7th ഇരിക്കുന്ന എലമെന്റ് അല്ല 7 അല്ല 7th ഇരിക്കുന്ന എലമെന്റ് പ്ലസ് 8th ഇരിക്കുന്ന എലമെന്റ് by 2 എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിന്റെ മീഡിയൻ. ദാറ്റ്സ് ക്ലിയർ. അപ്പോൾ സിഗ്മ മോഡുലസ് ഓഫ് ആ കിട്ടുന്ന മീഡിയൻ എക്സിൽ നിന്ന് മൈനസ് ചെയ്ത് മോഡ് എടുത്ത് അതിന്റെ സമ്മിനെ ഒബ്സർവേഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിസൾട്ട് ആയിരിക്കും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ദാറ്റ്സ് ക്ലിയർ. റിപ്ലൈ തരണേ. ക്ലിയർ ആണോ എന്ന് റിപ്ലൈ തരണേ. ക്ലിയർ ആണെന്ന് റിപ്ലൈ തരണേ. ആദിൽ, അജയ്, മീര, നാജിദ്, നാജിയ, ഷിഫാന ഇവരെല്ലാം ഒന്ന് റിപ്ലൈ ചെയ്ത് ഇത് ക്ലിയർ ആണോ? വോയിസ് ഓപ്പൺ ആക്കി പറയണേ. അജയ് റിപ്ലൈ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ റിപ്ലൈ തരണേ. ഓക്കെ ഓക്കെ. ഓരോരുത്തരുടെയും തമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും പറയുന്ന അനുസരിച്ച് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിലും ഒന്ന് ഓക്കെ എന്ന് പറയണേ. ഇക്വേഷൻസ് നോട്ട് ചെയ്തെങ്കിലും ഓക്കെ എന്ന് പറയണേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സാമ്പിൾ 1 ഫസ്റ്റ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. Find the mean deviation. The data are on the market 6, 6, 7, 10, 12, 13, 4, 8, 12. 6, 7, 10, 12, 13, 4, 8, 12. Question ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. Find mean deviation about mean for the following data. കണ്ടുപിടിക്കേണ്ടത് mean deviation about mean. ആദ്യം ഇക്വേഷൻ മാർക്ക് ചെയ്യണം. ഇക്വേഷൻ സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. mean deviation about mean സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. ഇവിടെ ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. ഈ ഒബ്സർവേഷനെ വിളിക്കുന്ന പേരാണ് എക്സ്. എക്സ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ബാർ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എക്സ് ബാർ? ഇക്വേഷൻ അറിയാം. സിഗ്മ എക്സ് ബൈ എൻ. വാട്ട് ഈസ് എക്സ് ബാർ? സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷന്റെ സം ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്യണം. ഈ ഒബ്സർവേഷനെ ആഡ് ചെയ്തിട്ട് ഒബ്സർവേഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആൻസർ എത്ര വരും? ഒന്ന് റിപ്ലൈ ചെയ്തേ. ആദ്യം ഒബ്സർവേഷൻ ആഡ് ചെയ്യുക, ഒബ്സർവേഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒബ്സർവേഷൻ ആഡ് ചെയ്യുമ്പോൾ എക്സ് ബാർ എങ്ങനെ വരും? എക്സ് ബാർ ഈക്വൽ ടു 6 + 7, 13 + 10,
23, 33 to 35, 45, 48, 4, 52, 52, 8, 60, 60 plus 10, 70 plus 2, 72. 72 divided by, what is number of observation? 1, 2, 3, 4, 5, 6, 7, 8. 72 by 8 equal to x bar is 9. X bar equal to 9. അപ്പൊ എക്സ് ബാർ കിട്ടി. എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കും? മീനാണ്. സിഗ്മ എക്സ് ബൈ എൻ ചെയ്താൽ മതി. സിഗ്മ എക്സ് ബൈ എൻ. X bar equal to sigma x, sum of the observation by number of observations. 72 by 8 equal to 9 is the mean of the observations. നമുക്ക് കണ്ടുപിടിക്കേണ്ട മീൻ അല്ല, മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ്. സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. നെക്സ്റ്റ് സ്റ്റെപ്പ്, what is x minus modulus of x minus x bar കണ്ടുപിടിക്കാം. What is modulus of x minus x bar? ഓരോ എക്സിൽ നിന്ന് എക്സ് ബാർ മൈനസ് ചെയ്ത് അതിന്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്സർവേഷനിൽ നിന്നും മീൻ മൈനസ് ചെയ്ത് അതിന്റെ മോഡ് എടുക്കണം. 6 minus 9. What is 6 minus 9? Minus 3. Modulus of minus 3 plus 3, comma. 7 minus 9. Mod എടുക്കുമ്പോൾ plus 2. 10 minus 9, 1. 12 minus 9, 3. 13 minus 9, 4. What is 4 minus 9? 4 minus 9, minus 5. 5 എടുക്കണം. 8 minus 9, 1. 12 minus 9, 3. 12 minus 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ഓരോന്നിൽ നിന്ന് എക്സ് ബാർ മൈനസ് ചെയ്യണം. Then sigma modulus of x minus x bar by n is the mean deviation about mean. Mean deviation about meanിലേക്ക് നമ്മൾ എത്തി, ആൻസറിലേക്ക് സഞ്ചരിക്കുന്നു. സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. നമുക്കിതിന്റെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ സം എടുക്കാം. 3 plus 2, 5 plus 1, 7 plus 3, 10. 10 plus 3, 10 plus 4, 14, 19, 20 and final result ആൻസറിലേക്ക് കൊണ്ടുവരിക. ഫൈനൽ റിസൾട്ട് പറയുക. ഒന്ന് ഓടിച്ച് ചെയ്തേ. സമ്മെടുത്തോ? സമ്മെടുത്ത് ആൻസർ പറഞ്ഞേ. ആൻസർ പറയണം. 3 plus 2, 5 plus 6, 9, 13, 18, 19, 22 is 22 divided by, what is the number of observation? 8. Divide ചെയ്യുമ്പോൾ ആൻസർ 2 point something വരും. 2.22 by 8, 16, 4. Then 4 and 6, 2.7 something വരും. 2.7 is the approximate answer. Clear ആണോ? 2.7 is the approximate answer. Clear ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. എല്ലാരും റിപ്ലൈ ചെയ്യണേ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ സാർ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. നിങ്ങളുടെ സജഷൻ ഒന്ന് പറയണേ. നിങ്ങൾക്ക് ചെയ്യാനായി പെട്ടെന്ന് 2 മിനിറ്റിൽ ഫിനിഷ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ. ഇതാ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത ആൻസർ കമന്റ് ചെയ്യണം. ആൻസർ കമന്റ് ചെയ്യണേ. ഇതാ ക്വസ്റ്റ്യൻ ഇതാണ്. Find the mean deviation about the mean for the following ungrouped data. Find the mean deviation about the mean for the following ungrouped data. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. നമ്മുടെ എക്സസൈസിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Find the mean deviation about the mean for ungrouped data. ഒരു ungrouped ഡേറ്റയുടെ mean deviation about the mean നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The first question, mean deviation about the mean for the exercise
13.1 textbook exercise 13.1. അതിൽ first question 4, 7, 8, 9, 10, 12, 13, 17. 4, 7, 8, 9, 10, 12, 13, 17. കണ്ടുപിടിച്ച് what is mean deviation about mean? പെട്ടെന്ന് ചെയ്യുക. ഒന്ന് കമന്റ് ചെയ്യണം, ഫാസ്റ്റായി കമന്റ് ചെയ്യണേ. ചെയ്ത ഉടനെ കമന്റ് ഇടുക. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്, 3 എന്ന് കമന്റ് വന്നിട്ടുണ്ട്. ആൻസർ എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് ആൻസർ പറയണേ. വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ സിമ്പിളാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതേ എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക് ആയിട്ടുണ്ട്. എക്സസൈസ് 13.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. 13.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഒരു തമ്പടിച്ചാൽ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇപ്പൊ എന്താ അടുത്ത സെക്ഷൻ? Then mean deviation about next one. Then mean deviation about mean പഠിച്ചു. ഇനി mean deviation about median ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. What is mean deviation about median? ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങോട്ട് നോട്ട് ചെയ്യാം. അതാ ഈ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റാസ്. ദ എക്സാമ്പിൾ
3 ആണ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 3 മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കഴിഞ്ഞു, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഡേറ്റാസ് വരാം 3, 9, 5, 3, 12, 10, 18, 4, 7, 19, 21. 3, 9, 5, 3, 12, 10, 18, 4, 7, 19, 21. Question: find the mean deviation about median for the following data. Find the mean deviation about median for the following data. ആദ്യം ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ ആദ്യം നോട്ട് ചെയ്യാം. What is mean deviation about median for ungrouped data? Equation is sigma. Equation is sigma modulus of x minus m by n. X minus m by n. What is m? M is the median. What is m? M is the median. X is the observation. N is the number of observation. Then first find the median. How to find the median? നമുക്കറിയാം, ആദ്യം സാർ പറഞ്ഞിട്ടുണ്ട് തന്നിരിക്കുന്ന ഡേറ്റാസിനെ എങ്ങനെ എഴുതണം. ഒബ്സർവേഷൻസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ എഴുതാം പറഞ്ഞേ. ഡേറ്റാസിനെ സാർ നോട്ട് ചെയ്യുന്നു. 3, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോട്ടെ. അടുത്ത ചെറുത് 3, then 4 ഉണ്ട്, 4, then 5 ഉണ്ട്, then 6 ഉണ്ടോ ഇല്ല, 7 7 ഉണ്ട്, 8 ഉണ്ടോ ഇല്ല, 9 ഉണ്ടോ ഇല്ല, 10 ഉണ്ട്, 11 ഇല്ല, then 12 ഉണ്ടോ ഉണ്ട്, 12 ഉണ്ട്, 13 ഇല്ല, അടുത്ത 14, 15, 16 നന്നായി നോക്കുക, 17, 18 എന്തായാലും 18 ഉണ്ട്, 19 ഉണ്ട്, ആൻഡ് 21 ഉണ്ട്. ഡേറ്റാസ് കമ്പയർ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. 9 ഉണ്ട്. 9 ഉണ്ടെങ്കിൽ 9 കൂടി നമുക്ക് ഒബ്സർവേഷൻ 7, 9, 10 ഒബ്സർവേഷനിൽ ആഡ് ചെയ്യുക. 9, 10 ഒബ്സർവേഷൻ കമ്പയർ ചെയ്യണം. ബോത്ത് ഒബ്സർവേഷൻ കമ്പയർ ചെയ്യുക. ഒബ്സർവേഷൻ കമ്പയർ ചെയ്യുമ്പോൾ 3, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് രണ്ടും സെയിം ആയിരിക്കണം. 3, 9, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഒബ്സർവ് ചെയ്ത മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡേറ്റാസിനെ ആദ്യം എന്ത് ചെയ്തു? അസെൻഡിങ് ഓർഡറിൽ എഴുതി. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഒബ്സർവേഷൻ എഴുതി. then എന്ത് ചെയ്യണം? മീഡിയൻ ഒബ്സർവ് ചെയ്യണം. മീഡിയൻ എങ്ങനെ ഒബ്സർവ് ചെയ്യും? മീഡിയൻ m ഈക്വൽ ടു ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഈവൻ ഓർ ഓഡ്. റിപ്ലൈ തരണേ. ഈവൻ ഓർ ഓഡ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഒബ്സർവേഷന്റെ എണ്ണം പറയൂ. റിപ്ലൈ പറയണേ. ഈവൻ ആണോ ഓഡാണോ? ഓഡ്. ഓടാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതുകൂടി ഇനി റിപ്ലൈ പറഞ്ഞേരേ. ഓടാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മീഡിയൻ? n+1/2. വെരി ഗുഡ്. n+1/2. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് 11. 11 plus 1/2 observation. 11 plus 1/2 observation equal to 12/2 observation. 6th observation is the median. What is the 6th observation? ഒന്ന് പറഞ്ഞാട്ടെ. ആരാണ് 6th observation? പറയൂ. റിപ്ലൈ പറയൂ. ആരാണ് 6th observation? 1, 2, 3, 4, 5, 6. 9 is the 6th observation. Median m equal to 9. 9 is the median. 9 is the median. Median എന്ന് പറയുന്നത് ആരാണ്? 9 ആണ് median. Then നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ എൻ. ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ എൻ. സാർ ഷോർട്ട് കട്ടായി എന്ന് എഴുതുന്നു. എക്സിൽ നിന്ന് എം മൈനസ് ചെയ്യുക. 3 - 9. ഇവിടെ ഓരോ എലമെന്റ്സ് ഒന്നും മൈനസ് ചെയ്യണം. ഇവിടെ നിന്ന് ചെയ്താലും മതി. 3 - 9 - 6 മോഡുലസ് ഓഫ് -6 + 6.
6 plus 3 minus 9, 6 plus 4 minus 9, 5 plus 5 minus 9, 4 plus 7 minus 9, 2 plus 9 minus 9, 0 plus 10 minus 9, 1 plus 12 minus 9, 3 plus 18 minus 9, 9 plus 19 minus 9, 10 plus, and 21 minus 9 is 12. All divided by number of observation is, what is the number of observation? 11 observation. Add the time and find the answer on comment box. Answer കിട്ടിയോ? അത് ഫസ്റ്റ് ആയി ആഡ് ചെയ്യും. ഇതിന് ഫസ്റ്റ് ആയി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 plus 6, 12 plus 5, 17 plus 4, 21, 23, 24, 27, 36, 46, 56 to 58. 58 by 58 by 11. 58 by 11 answer 5.2. 5.2 is the answer. Clear? 5.2 is the answer. Clear? Clear ആണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണേ. എല്ലാവരും തമ്പ് ചെയ്യണേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ സാർ വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എക്സസൈസ് 13.1. നമ്മുടെ എക്സസൈസ് 13.1 എടുക്കുക. അതിൽ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഡേറ്റ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഡേറ്റ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ ഡേറ്റ സാറ് തരും. ഒരു 3 മിനിറ്റ് സാറ് തരും. നിങ്ങൾ ആൻസർ പറയണം. ക്വസ്റ്റ്യൻ ഇതാണ്. 13, the observations are 13, 17, 16, 14, 11, 13, 10, 16, 11, 18, 12, 17. One more. 13, 17, 16, 14, 11, 13, 10, 16, 11, 18, 12, 17. Find mean deviation about the mean for the following, median for the following ungrouped data. ചെയ്താട്ടെ. ആൻസേഴ്സ് കമന്റ് ചെയ്യണേ. ആൻസേഴ്സ് ചെയ്തിട്ട് കമന്റ് ചെയ്യണേ.
ആൻസർ കണ്ടുപിടിച്ചിട്ട് റിപ്ലൈ ചെയ്യണേ. ആൻസർ കറക്റ്റ് ആണ്, 2.33. ബാക്കിയുള്ളവരുടെ കമന്റ് ചെയ്യണം അവരുടെ ആൻസർ. ബാക്കിയുള്ളവരുടെ കമന്റ് ചെയ്യണേ. ആൻസർ കമന്റ് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ആൻസർ കിട്ടിയെങ്കിൽ ഓരോ തമ്പടിക്കണം, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ടൈം മതിയോ എന്നൊന്ന് വോയിസ് ചെയ്യണേ. ടൈം മതിയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ആൻസർ ചെയ്തെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് തമ്പ് ചെയ്യണം. എല്ലാരും ഒന്ന് റിപ്ലൈ ചെയ്യണേ. നന്ദിത, നയന, ആകാശ്, അൻഷിത, ശ്രീഹരി, ആദിൽ, ഋതു, എല്ലാരും ഒന്ന് റിപ്ലൈ ചെയ്തേ. അടുത്ത സെക്ഷൻ തുടങ്ങട്ടെ. അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡേറ്റ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗ്രൂപ്പ് ഡേറ്റ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു തമ്പ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഡേറ്റയിലോട്ട് പോവാം. ഒന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അടുത്ത മീൻ ഡീവിയേഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി. അതിന്റെ തൊട്ട് താഴെ എക്സസൈസ് 13.1 ആ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു സബ് ക്വസ്റ്റ്യൻ 2 ഉണ്ട്. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആൻഡ് മീഡിയൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡേറ്റ. എന്താണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് ആദ്യം പറയാം. ഈ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയെ ക്ലാസ് അല്ലെങ്കിൽ എക്സ് എഫ് എന്ന രീതിയിൽ എത്ര ടൈം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ അത് അത്രയും ഫ്രീക്വൻസി ആയി റെപ്രസെന്റ് ചെയ്താൽ അതാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഇപ്പൊ നമ്മൾ 5, 6, 7, 5, 6, 2, 3 ടോട്ടൽ ഇവിടെ എത്ര ഒബ്സർവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഗ്രൂപ്പിംഗ് ഒന്ന് ശ്രദ്ധിച്ചു. ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ അൺഗ്രൂപ്പ്ഡിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമെന്ന് സാർ ആദ്യം പറഞ്ഞുതരാം. ഇവിടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒബ്സർവേഷനെ സാർ എക്സ് എന്നെടുക്കുന്നു. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അതിനെ സാർ എഫ് എന്നെടുക്കുന്നു. എക്സ് എഫ്. എക്സ് ഈസ് ദ നമ്പർ ഓഫ് എക്സ് ഈസ് ദ ഒബ്സർവേഷൻ, എഫ് ഈസ് ദ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ. എത്ര പ്രാവശ്യം എത്ര ടൈംസ് ഇവിടെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റ സാർ കണ്ട് 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്,
2 ഉണ്ട്, 3 ഉണ്ട്. ഇവിടെ നോക്കി, അപ്പൊ നിങ്ങൾ ചോദിക്കുക 6 ഒക്കെ വേറെ ഇല്ലേ സാർ? അതിനെ നമുക്ക് ഫ്രീക്വൻസിയിലേക്ക് മാറ്റാം. 5 ഹൗ മെനി ടൈംസ്? 2 ടൈംസ്. 5 2 ടൈംസ്, അതിനെ ഫ്രീക്വൻസി ആയി കൊടുക്കുന്നു. 6 എത്ര ടൈംസ്? 2 ടൈംസ്. 7 എത്ര ടൈംസ്? 1 ടൈംസ്. 2 എത്ര ടൈംസ്? 1 ടൈംസ്. 3 എത്ര ടൈംസ്? 1 ടൈംസ്. ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ഇവിടെ ഉണ്ടെന്ന് നോക്കി. What is the number of observation? 1 2 3 4 5 6 7. ഇത് ആഡ് ചെയ്ത് നോക്കി. 4 5 6 7. 7 is the number of observation. മനസ്സിലാക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നാളെ ഡൗട്ട് വന്നേക്കാം, ഇതിൽ ഒബ്സർവേഷന്റെ എണ്ണം സാർ 1 2 3 4 5 അല്ലേ ഉള്ളൂ. ഇസ് റോങ്. ഇതല്ല കറക്റ്റ് ആൻസർ. ഇവിടെ എത്ര ഒബ്സർവേഷൻ, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതാണ് ഫ്രീക്വൻസിയുടെ സം ആയിരിക്കും എപ്പോഴും ഒബ്സർവേഷന്റെ എണ്ണം. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ആ അൺഗ്രൂപ്പ്ഡിനെ പിടിച്ച് ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റി. അതെങ്ങനെ മാറ്റി? എക്സ് എഫ്. അത് എക്സ് ഒബ്സർവേഷനെ, ആ ഒബ്സർവേഷൻ എത്ര പ്രാവശ്യം, അതാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. മനസ്സിലാക്കുക. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ഡീവിയേഷൻസ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മെത്തേഡ് ഓഫ് ഡിസ്പേഴ്സൽ സെൻട്രൽ ഒബ്ജക്റ്റിനെ അനുസരിച്ച് മറ്റ് ഒബ്ജക്റ്റുകൾക്കുള്ള വേരിയേഷൻ, ആ ഡീവിയേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് ഇക്വേഷൻ പഠിക്കണം. ഒന്ന് മീൻ ഡീവിയേഷൻ എബൌട്ട്, മീനും പഠിക്കണം. ഗ്രൂപ്പ്ഡ് ഡേറ്റ ഒന്ന് മീൻ ഡീവിയേഷൻ എബൌട്ട്, മീനും പഠിക്കണം. ആൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനും പഠിക്കണം. രണ്ടും നമുക്ക് കമ്പൽസറി ആയി പഠിക്കണം. രണ്ട് ഡീവിയേഷനും നമ്മൾ പഠിക്കണം, വിത്ത് റെസ്പെക്ട് ടു മീനും വിത്ത് റെസ്പെക്ട് ടു മീഡിയനും. വാട്ട് ഈസ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ? നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഇപ്പം പഠിച്ചതേ ഉള്ളൂ. അൺഗ്രൂപ്പ്ഡ് പഠിച്ചപ്പോൾ അവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇവിടെ ഗ്രൂപ്പ്ഡ് ഡേറ്റ വരുമ്പോൾ ഫ്രീക്വൻസി വരും, ചെറിയൊരു ചേഞ്ച് മാത്രം. സിഗ്മ സം ഓഫ് ദ എഫ് ഇൻറ്റു ഫ്രീക്വൻസി ഇൻറ്റു modulus of x minus x bar by n. Sigma f into modulus of x minus x bar by n. F frequency, x observation, x bar mean. What is x bar? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. x bar എന്താണ്? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷന്റെ സം എടുക്കണം. ഇപ്പൊ 6 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെങ്കിൽ ആ 2 ടൈംസ് സം എടുക്കണം. ഐഡിയ മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ എക്സ് ബാർ മീൻ ആണ്. എക്സ് ബാർ മീൻ കണ്ടുപിടിക്കുന്ന സം ഓഫ് ദ ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ സം ഓഫ് ദ ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. സം ഓഫ് ദ ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ 6 2 ടൈംസ്, അത് 6 + 6 എന്ന് എഴുതേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആ 6 + 6 എന്ന് എഴുതാക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സിഗ്മ എഫ് എക്സ് ബൈ എൻ ചെയ്താൽ മതി. സിഗ്മ എഫ് എക്സ് ബൈ എൻ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന ഒബ്സർവേഷൻ അത്രയും ടൈംസ് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് ആ ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുന്നത്. 6 + 6, ഇവിടെ ഇപ്പോൾ 6 2 ടൈംസ് എന്നിരിക്കുന്നു. അതിന്റെ സം ഓഫ് ദ ഒബ്സർവേഷൻ 6 + 6 12. അതിന് പകരമല്ലേ 6 × 2 12 എന്ന് എഴുതിയാൽ പോരെ? അതാണ് സിഗ്മ എഫ് എക്സ് ബൈ എൻ. അതാണ് മീൻ കണ്ടുപിടിക്കാനുള്ള മാർഗം. സിഗ്മ എഫ് എക്സ് ബൈ എൻ. മീഡിയൻ ആവട്ടെ ചെറിയ മാറ്റം. സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ വരുന്ന സ്ഥലത്ത് എം വരും ബൈ എൻ. ഇവിടെ എങ്ങനെ മീഡിയൻ ഇവാലുവേറ്റ് ചെയ്യും? ഈസി. മീഡിയൻ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവേഷന്റെ എണ്ണം നോക്കണം. ആ ഒബ്സർവേഷന്റെ എണ്ണം ഈവൻ ആണെങ്കിൽ ഒരു മെത്തേഡ്, ഓഡ് ആണെങ്കിൽ മറ്റൊരു മെത്തേഡ്. ഓഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? n+1/2 ഒബ്സർവേഷനും, ഈവൻ ആണെങ്കിൽ n/2 + n/2 + 1 ഒബ്സർവേഷൻ ബൈ 2 ചെയ്യണം. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇക്വേഷൻ ക്ലിയർ അല്ലേ? ഒന്ന് തമ്പിയണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതാ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ്ഡ് ഡേറ്റ ആകുമ്പോൾ 2 ഡിസ്കസ് ചെയ്യണം.
ഒന്ന് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്യണം, ഒന്ന് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്യണം. വാട്ട് ഈസ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി? ഡിസ്ക്രീറ്റ് എക്സ് ഡയറക്റ്റ് തരും. കണ്ടിന്യൂസ് ആകുമ്പോൾ അത് ഇന്റർവെല്ലിലായിരിക്കും, 0 to 10, 10 to 20. അതാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ ആ മിഡിൽ ക്ലാസ് ഡയറക്റ്റ് അവിടെ തന്നിരിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. എക്സാമ്പിൾ 4. എക്സാമ്പിൾ 4 ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 263 എക്സാമ്പിൾ 4 തന്നിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. എല്ലാരും നോക്കിയിരിക്കുക, ക്വസ്റ്റ്യൻ നോക്കിയിരിക്കുക. എക്സ് എഫ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് എഫ് തന്നിരിക്കും, ആവശ്യമില്ല. എക്സ് എഫ് എന്ന് എഴുതിയാൽ മതി. എക്സ് എഫ് ആ കോളസാർ വരിക. 2, 5, 6, 8, 10 and 12. Two, 5, 6, 8, 10 and 12. Corresponding frequency 2, 8, 10, 7, 8 and 5. 8 and 5. ഇവിടെ എക്സും എഫും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്യുക. ആൻസറിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്യുക. ആൻസറിലോട്ട് പോവാം. നോക്കിക്കോ, ആദ്യ കോളം കഴിക്കുക. എക്സ് എഫ്. എക്സ് എഫ് എക്സ് എഫ് മാർക്ക് ചെയ്യുക. എക്സിന് നേരെ 2, 5, 6, 8, 10 and 12. ഫ്രീക്വൻസിക്ക് നേരെ 2, 8, 10, 7, 8 and 5. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇക്വേഷൻ എഴുതാം. സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എക്സ്. സൈഡിലേക്ക് എഴുതിയിടുക. അതിൽ ആദ്യം ആരെ കണ്ടുപിടിക്കണം? എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്താ എഴുതാം? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. ആദ്യം എക്സ് ബാർ കണ്ടുപിടിക്കണം. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ചെയ്തിട്ട് അതിന്റെ സം. അപ്പൊ ഫസ്റ്റ് കോളം എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് വേണം? എഫ് എക്സ്. എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ. 2 into 2 4, 5 into 8 14, 6 into 10 16, 8 into 7 56, 10 into 8 80, 12 into 5 60. എഫ് എക്സ് പറയാ. 2 into 2 4, 5 into 8 40, 6 into 10 60, 8 into 7 56, 10 into 8 80, 12 into 5 60. അപ്പൊ എഫ് എക്സ് കിട്ടി. ഇവിടെ സിഗ്മ എഫ് എക്സ് വേണം. സിഗ്മ എഫ് എക്സിന്റെ സം എടുക്കണം. ആഡ് ചെയ്യാം. 60, 80, 60, 140, 140, 50, 190, 196, 200. 196 plus 4, 200,
200 plus 100, 300. 300. Then എന്ത് ചെയ്യണം? എഫ് എൻ എന്ന് പറഞ്ഞ ആരാണ്? സം ഓഫ് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ സം പറയണം. 10, 20, 27, 35 and 40. 40. Then നമുക്കിവിടെ ചെയ്യാൻ എന്ത് കണ്ടുപിടിക്കാം? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് 300 divided by 40. 300 divided by 40. 0, 0 cancel. 30 by 4. 30 by 4. 30 by 4 is answer 7.5. 7.5. ഇനി ഓരോ ടൈമിൽ 7.5 മൈനസ് ചെയ്യാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഇത് മൈനസ് ചെയ്ത് അതിന്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് എടുക്കുമ്പോൾ 2 മൈനസ് 7.5 5.5. മോഡുലസ് എടുക്കുമ്പോൾ 5.5. 5.5. മോഡുലസ് എടുക്കണം, നെഗറ്റീവ് മാറ്റി 5.5. 5 മൈനസ് 7 by 2.5. 2.5. 6 minus 1.5. 8 minus 0.5. 8 minus 0.5. And 10 minus ചെയ്യുമ്പോൾ വീണ്ടും 2.5. 12 minus ചെയ്യുമ്പോൾ വീണ്ടും 12 minus 7.5 is 4.5. 4.5. ഇനി ഇതിന്റെ സം എടുക്കുക. എഫ് ഇൻറ്റു ഇതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുക. എഫ് കൊണ്ട് മൾട്ടിപ്ലൈ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാറിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5.5 into 2, 11. 2.5 into 8, 20. 1.5 into 10, 15. And 0.5 into 7, 3.5. And 2.5 into 8, 20. And 4.5 into 5, 12.12. Okay, 12.12. 4.5 into 5, 20. 20. Then F into modulus. 4.5 and 9, 18. 18 and 18 and 0.5, 22.5. 22.5. ഇതിന്റെ സം എടുക്കുക. സം എടുക്കുമ്പോൾ 11, 20, 15, 3.5 and 20, 22.5. ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 92.5. 92.5. 92.5. അപ്പൊ 92.5 കിട്ടി. 92.5 എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ സമ്മാണ് ബൈ എൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 40. അപ്പൊ ദ ആൻസർ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഈക്വൽ ടു 92.5 divided by 40. 92.5 divided by 40. Answer 2.3. ഇതായിരിക്കും ആൻസർ. ഒന്ന് നോക്കിയിട്ട് നന്നായി നോക്കിയിട്ട് മനസ്സിലായിക്കൊന്ന് തമ്പ് ചെയ്യണേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണേ. ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണേ. ബോർഡ് ക്ലിയർ അല്ല അല്ലേ? ബോർഡ് നമുക്കൊന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാം. ഇപ്പൊ ഫൈൻ ആണോ? ക്ലിയർ ആണോ ഒന്ന് നോക്കി. ഒന്ന് ക്ലിയർ ആണോ? ഒന്ന് തമ്പ് ചെയ്യണേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, എല്ലാരും ഒന്ന് തമ്പ് ചെയ്യണേ. ക്ലിയർ ആണെങ്കിൽ, കാണാൻ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണേ.
ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വോയിസ് ഇടണേ. ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വോയിസ് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നന്ദിത, നയന, ആകാശ്, അൻഷിത, ശ്രീഹരി, ആദിൽ, ഋതു ഇവരെല്ലാം ഒന്ന് തമ്പി ചെയ്തേ. ഇത് ക്ലിയർ ആണെങ്കിൽ തമ്പി ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തരട്ടെ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തരട്ടെ. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ്. ഒന്ന് നോക്കണേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 13.1 ക്വസ്റ്റ്യൻ നമ്പർ 5. 13.1 ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതാം. എക്സ് എഫ് സാർ താഴോട്ട് എഴുതണ. എക്സ് എഫ് എക്സിന് 5, 10, 15, 20 ആൻഡ് 25. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമുക്ക് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാം. 5, 10, 15, 20 ആൻഡ് 25. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 4, 7, 4, 6, 3 ആൻഡ് 5. Find the mean deviation about mean for the following grouped data. ചെയ്തേ, ഒരു 3 minutes കൊണ്ട് ഫിനിഷ് ചെയ്തേ. എല്ലാരും വർക്ക് ചെയ്യണമെന്ന് റിപ്ലൈ തരണേ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് റിപ്ലൈ തരണേ. ഓക്കെ. ഫാസ്റ്റ് ആയിട്ട് ചെയ്തോ. ഒരു 3 minutes എടുക്കാം.
ആൻസർ കിട്ടിയോ? ഓക്കെ, ആൻസർ കിട്ടിയെങ്കിൽ കമന്റ് ചെയ്യണേ ആൻസർ. ആൻസർ എത്ര കിട്ടിയതെന്ന് കമന്റ് ചെയ്യണേ. വെരി ഗുഡ്. ഋതുകൃഷ്ണൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വെരി ഗുഡ്. നന്ദിത, വെരി ഗുഡ്. അടുത്ത ആൾ. നയന, വെരി ഗുഡ്. ഓക്കെ, ബാക്കി എല്ലാവരും ചെയ്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. എല്ലാവരും ഒന്ന് തമ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, അടുത്ത സെക്ഷനിലേക്ക് പോകാൻ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് എന്ത് പഠിക്കാം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ പഠിക്കാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സാമ്പിൾ 5. Find the mean deviation about median for the following data. സാറ് XF ആദ്യമേ കോളത്തിൽ തന്നെ എഴുതിയ XF ടേബിൾ വരച്ച് XF ഇടാൻ കാണിക്കുക. ക്ലിയർ അല്ലേ സാറേ? ഓക്കെ, താങ്ക് യു. എക്സാമ്പിൾ 5 എല്ലാ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. എക്സാമ്പിൾ 5 3 എക്സിന് നേരെ കറസ്പോണ്ടിങ് ഒബ്സർവേഷൻ 3, 6, 9, 12, 13, 15, 21 and 22. 21 and 22. Corresponding frequency 6, 9, 6 corresponding frequency 3, 4, 5, 2, 4, 5, 4 and 3. എല്ലാവരും നോക്കിയിരിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. ആദ്യം ഇക്വേഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്യാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. വാട്ട് ഈസ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ? ഇക്വേഷൻ എഴുതാം. സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ എൻ.
സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ എൻ. മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. മീഡിയൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന അക്കോർഡിംഗ് ടു ദയർ ഒബ്സർവേഷന്റെ എണ്ണം വെച്ചാണ്. അപ്പൊ ആദ്യം നമ്മൾ മീഡിയൻ ചെയ്യാൻ പോവാണ്. മീഡിയൻ ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട് എന്നനുസരിച്ചാണ് മീഡിയൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എഫ് എന്ന് പറയുന്ന ഒബ്സർവേഷന് സാറ് പറഞ്ഞിട്ടുണ്ട് എക്സ് ഒബ്സർവേഷൻ ആണ്, അതിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി. എക്സ് ഒബ്സർവേഷൻ അതിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി. അപ്പം എക്സ് 3 ടൈംസ് ഫ്രീക്വൻസി 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒബ്സർവേഷന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സം ആയിരിക്കും. 3 ടൈംസ്, 6 4 ടൈംസ്, 9 5 ടൈംസ് ആൻഡ് 12 2 ടൈംസ്, 13 4 ടൈംസ്, 15 5 ടൈംസ്, 21 4 ടൈംസ് ആൻഡ് 22 3 ടൈംസ്. ഇനി സം ഓഫ് ദ ഫ്രീക്വൻസി എടുക്കുക. ഈ ഫ്രീക്വൻസിയുടെ സം, ഇതിൽ എത്ര ഒബ്സർവേഷൻ, ഈ ഇരിക്കുന്ന ഒബ്സർവേഷന്റെ എണ്ണം ഡിസൈഡ് ചെയ്യുന്നത് സം ഓഫ് ദ ഫ്രീക്വൻസി വെച്ചാണ്. ഇതിൽ എത്ര പേരുണ്ടെന്ന് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം. 3 4 ആദ്യം ഓരോന്നായിട്ട് ഇതിനെ കൗണ്ട് ചെയ്യുക. ഇത് ഈവൻ ആണോ ഓഡ് ആണോ കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ് കൗണ്ട് ചെയ്യുക. 4 3 7 5 12 12 14 18 5 23 23 plus 7 30 is the total observation. 30 ഒബ്സർവേഷൻ. ഈ 30 ഒബ്സർവേഷൻ കിട്ടിയ ഐഡിയ പിടിയിട്ട് കാണും. 3 ടൈംസ്, 6 4 ടൈം, അങ്ങനെ 6 4 ടൈംസ് അതിനകത്തുണ്ട്. അങ്ങനെ 30 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പൊ ഒബ്സർവേഷൻ എണ്ണം ഈവൻ ആണോ ഓടാണോ? ഒന്ന് വോയിസ് ഇട്ടേ. ഒബ്സർവേഷൻ എണ്ണം ഈവനോ ഓടോ? ഒബ്സർവേഷന്റെ എണ്ണം ഈവൻ ആണോ ഓടാണോ? വോയിസ് ഇടണേ, റിപ്ലൈ പറയണേ. ഒരാളെങ്കിൽ റിപ്ലൈ പറയണേ. ഒബ്സർവേഷന്റെ എണ്ണം ഈവൻ ആണോ ഓടാണോ? ഇവിടെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ 30 ഈവൻ ഓർ ഓഡ് നമ്പർ? ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാൻ പഠിച്ച ഫോർമുല ഈവൻ ആണെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനിലെ മീഡിയൻ എം ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് n/2 ഒബ്സർവേഷൻ പ്ലസ് n/2 പ്ലസ് 1 ഒബ്സർവേഷൻ ബൈ 2 ആണ്. ഇവിടെ n/2 നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് n. n 30 ആണെങ്കിൽ 30/2 15th ഒബ്സർവേഷൻ പ്ലസ് 15 13/2 15 പ്ലസ് 1 16th ഒബ്സർവേഷൻ ബൈ 2. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും. നമ്മൾ 15th 16th ഡയറക്റ്റ് ഫ്രീക്വൻസി വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. എത്രാമത്തെ ഡേറ്റയാണ് 15 വരുന്നത്, എത്രാമത്തെ ഡേറ്റയാണ് 16 വരുന്നതെന്ന് ഡയറക്റ്റ് ഫ്രീക്വൻസി വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. വാട്ട് ഈസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതണം. 3 കറസ്പോണ്ടിങ് 3 3 plus 4 7 7 plus 5 12 12 plus 2 14 14 plus 4 18 18 plus 5 23 23 plus 4 27 27 plus 3 30. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഡയറക്റ്റ് ഫ്രീക്വൻസി മാറ്റി ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആക്കിയിട്ടുണ്ട്. ഇനി 15th 16th ഒബ്സർവേഷൻസ് 15th 16th ഒബ്സർവേഷൻസ് എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഈ ക്യുമുലേറ്റീവ് 3 വരെ 3 വരെ 7 വരെ അപ് ടു 12 അപ് ടു 14 അപ് ടു 18 എന്ന് പറഞ്ഞാൽ 3 തൊട്ട് 7 മുന്നേ വരെ ഈ ക്ലാസ്സിൽ വരും. 8 തൊട്ട് 12 വരെ ഈ നേരെ ഈ എക്സിൽ വരും. ഇനി 12 കഴിഞ്ഞ് 13 തൊട്ട് 14 വരെ ഇവിടെ മാർക്ക് ചെയ്യണം. 15 തൊട്ട് 18 വരെ എക്സ് മാർക്ക് ചെയ്യണം. 18 മുതൽ 23 വരെ എക്സ് മാർക്ക് ചെയ്യണം. ഇതിൽ 15th 16th ഏത് ഇന്റർവെല്ലിൽ വരുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി പറഞ്ഞേ. 15th 16th ഏത് ഇന്റർവെല്ലിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഏത് വാല്യൂ ആയിരിക്കും 15th 16th ഇതിന് കറസ്പോണ്ടിങ് വരുന്ന എക്സ് വാല്യൂ ആയിരിക്കും മീഡിയൻ. ആ 15th 16th ഇതിനിടയിൽ എവിടെ വരും? ഒന്ന് റിപ്ലൈ ചെയ്ത് വോയിസ് ആയിട്ട് പറയണേ. 18th വെരി ഗുഡ്. കാര്യം 14th ശേഷം എന്ന് പറഞ്ഞാൽ 14 വരെ 12 ആണ്.
15, 16, 17, 18. ശ്രദ്ധിച്ചു കേൾക്കണം. 15, 16, 17, 18 വന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ആയിരിക്കും മീഡിയൻ. ഇവിടെ നമുക്ക് 15th ഒബ്സർവേഷൻ എന്താ സാർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണത്. 14 ശേഷം വരുന്ന 15, 16, 17, 18 എല്ലാം വരുമ്പോൾ അവിടുത്തെ എക്സ് വാല്യൂ 30, അതാണ് മീഡിയൻ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 15th ഒബ്സർവേഷൻ എന്തെന്ന് കിട്ടി? 13. 15ാമത്തെ ഒബ്സർവേഷൻ ആ എക്സ് വാല്യൂ എഴുതണം. 13 പ്ലസ് 16th ഒബ്സർവേഷൻ. 16th ഒബ്സർവേഷൻ ഇതിനുള്ളിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് 13 പ്ലസ് 13/2, 26/2. 13 ഈസ് ദ മീഡിയൻ. മീഡിയന്റെ വാല്യൂ എത്ര കിട്ടി? 13 ആയിരിക്കും മീഡിയൻ. അപ്പൊ മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വ്യക്തമായി പറയാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം. അടുത്ത സ്റ്റെപ്പ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ചെയ്യണം. എക്സിൽ നിന്ന് മീഡിയൻ മൈനസ് ചെയ്ത് പറഞ്ഞു. എക്സിൽ ഓരോന്നിൽ നിന്നും മീഡിയൻ മൈനസ് ചെയ്ത് പറയുക. അപ്പൊ 3 മൈനസ് 13 മോഡുലസ് എടുക്കുമ്പോൾ 10 വരും. അടുത്ത 6 മൈനസ് 13 7 വരും. 9 മൈനസ് 13 4 വരും. 12 മൈനസ് 13 1 വരും. 13 മൈനസ് 13 0 വരും. 15 മൈനസ് 13 2 വരും. 21 മൈനസ് 13 8 വരും. ആൻഡ് 22 മൈനസ് 13 9 വരും. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ഫിനിഷ് ആയി. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് പോവാൻ. ആരുടെ സം? എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം. ആ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വണ്ണിനെ ഫ്രീക്വൻസി എക്സ് മൈനസ് എമ്മിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 10 ഓരോന്നായി ചെയ്യുക. 3 into 10 30. 4 into 7 28. Then 5 into 4 20. 2 into 1 2 into 1 2. 4 into 0 2 into 1 2. 4 into 0 0. 5 into 2 10. 4 into 8 32. And 3 into 9 32. 3 into 9 27. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം കിട്ടി. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം കിട്ടി. അതിന്റെ സം ഇക്വേഷൻ വെച്ച് നമ്മൾ റൈറ്റ് ഹാൻഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരിക. അതിന്റെ സം എടുക്കുക. അതിന്റെ സം എന്ന് പറഞ്ഞാൽ ഈ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എമ്മിന്റെ സം. ഇത് ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ. 30 28 58 20 78 80 90 122 142 and 149. 149 is the sum of the f into modulus of x minus sum. ആൻസറിലേക്ക് പോകുന്നു. മീൻ ഡീവിയേഷൻ about median equal to equation ഉണ്ട്. സിഗ്മ f into modulus of x minus sum. 149 divided by a number of observation 30. 149 by 30 ചെയ്യുമ്പോൾ ആൻസർ 4.9 4.97 ആൻസർ വരും. 4.97. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ തമ്പിയാണേ. അതെ, 4.966 അപ്രോക്സിമേറ്റ് 4.97 വരും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണം എല്ലാവരും. നന്ദിത തമ്പ് ചെയ്തിട്ടില്ല. നന്ദിത തമ്പ് ചെയ്തോ? ഇല്ല. നന്ദിതയുടെ തമ്പ് വന്നിട്ടുണ്ട്. ആദിൽ ഋതു കൃഷ്ണന്റെ തമ്പ് വരട്ടെ. വന്നിട്ടുണ്ട്. അൻഷിതയുടെ തമ്പ്. അൻഷിത വെരി ഗുഡ്, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരട്ടെ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തരട്ടെ. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞോ? നോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തരാം. നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്ദിത തമ്പ് ചെയ്തു. ആകാശ് നോട്ട് ചെയ്ത് കഴിഞ്ഞു. ആകാശ് ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ എക്സസൈസ് എക്സസൈസ് 13.1. ആ എക്സസൈസ് തീരാറായിട്ടുണ്ട് നമുക്ക്. എക്സസൈസ് 13.1. Exercise 13.1. Question number 7. Find the mean deviation about. Find the mean deviation. Clear അല്ലേ sir? Find the mean deviation about median for x, y. The corresponding class and frequencies are there. Class x ന് നേരെ 5 observations ആണ്. 5, 7, 9, 10, 12 and 5. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 minutes 4 minutes നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ക്ലാസ്സിന് നേരെ എക്സിന് നേരെ 5, 7, 9, 10, 12 and 15. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഫ് 8, 6, 2, 2, 2 and 6. ഒന്ന് ചെയ്തേ. ഒന്ന് ചെയ്തിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യണേ. സാവധാനം കാൽക്കുലേഷൻസ് എല്ലാം നോക്കി സാവധാനം ചെയ്താൽ മതി.
ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആൻസർ കമന്റ് ചെയ്യണേ. ആൻസർ കമന്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ആൻസർ കമന്റ് ചെയ്ത് തുടങ്ങാം. ആ വെരി ഗുഡ്, നയന ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് നയന. അഖിൽ, ആദിത്യ, കൃഷ്ണ, ഷാരോൺ ഇവരെല്ലാം കമന്റ് ചെയ്ത ആൻസർ. നാജിദ്, മീര, ആര്യ, കമന്റ് ചെയ്താട്ടെ ആൻസർ. ചെയ്ത് കഴിഞ്ഞവരെല്ലാം ഒരു തമ്പ് ചെയ്യണേ. ചെയ്ത് കഴിഞ്ഞവരെല്ലാം ഒരു തമ്പിട്ടെ. ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. റിപ്ലൈ ചെയ്യണേ ഒന്ന്. ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തു പറയുന്നു? ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, അഖിൽ ചെയ്ത് കഴിഞ്ഞോ? അഖിൽ, അഖിൽ ചെയ്ത് കഴിഞ്ഞോ? അഖിൽ, ഷാരോൺ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് ഒന്ന് പറഞ്ഞേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കാൽക്കുലേഷൻസ് ആണെങ്കിൽ നമുക്ക് ഫർദർ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. കണ്ടന്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്തേ, എങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നന്ദിത, ഓക്കെ, മീര, ഓക്കെ, ബാക്കി നാജിദ്, ആദിത്യ, കൃഷ്ണ, ഷാരോൺ, അഖിൽ ഇവരെല്ലാം തമ്പ് ഇരുന്നില്ലേ? ആ ഓക്കെ, ഓക്കെ.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇതാ അടുത്ത നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കണ്ടന്റ് എല്ലാം കൂടി സാർ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. റേഞ്ച് പഠിച്ചു, അൺഗ്രൂപ്പ്ഡിന്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും പഠിച്ചു, മീഡിയനും പഠിച്ചു. ദെൻ ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും ഫിനിഷായി. ഇനി അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ തന്നെ ഡിസ്ക്രീറ്റ് ഫിനിഷ് ചെയ്തു, ഇനി കണ്ടിന്യൂസ് ഫിനിഷ് ചെയ്യണം. ഇനി കണ്ടിന്യൂസ് കൂടെ കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ അവസാനിച്ചു. കണ്ടിന്യൂസിന്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും ചെയ്യണം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ക്വസ്റ്റ്യൻ, ഇതാ എക്സാമ്പിൾ 6, ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 6 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. സാർ അതാ ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. കണ്ടന്റ് ടേബിൾ ആയാണ് കൊടുക്കുന്നത്. കണ്ടന്റ് സാർ ടേബിളിലാണ് തരുന്നത്. എക്സും എഫ്. ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസും ഫ്രീക്വൻസി എന്നുമാണ്. കാര്യം കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിരിക്കണം ഡേറ്റാസ്. 10 to 20, പിന്നെ 10 നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് ആ കണ്ടിന്യൂസ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ഫ്രീക്വൻസി ക്ലാസ് ഇവിടെ തന്നിട്ട് 10 to 20, 20 to 30, 20 to 30, then 30 to 40, then 40 to 50, then 50 to 60, then 60 to 70, then 70 to 80, 70 to 80. ഇത്രയാണ് നമ്മുടെ ഡേറ്റാസ്. ഈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിരുന്നു 2, 3, 8, 40, 2, 3, 8, 14 and 8, 3, 2, 8, 3. ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ. ഇക്വേഷൻ ആദ്യം അവിടെ എഴുതി വെക്കാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. ഇനിതാ ഇവിടെ ആദ്യം എക്സ് ബാർ കണ്ടുപിടിക്കണേ. അടിമിന്റെ എക്സ് ബാർ എക്സ് ബാർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എക്സ് ബാറിന്റെ ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് ബൈ എൻ. എക്സ് ബാർ ആരാണ്? സിഗ്മ എഫ് എക്സ് ബൈ എൻ. പക്ഷേ ഇവിടെ മീൻ നമുക്ക് പറഞ്ഞാൽ മാത്രമേ ഡീവിയേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പോസിബിൾ ആവൂ. പക്ഷെ മീൻ പറയാൻ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എക്സ് ഇല്ല, എക്സ് മിസ്സിംഗ് ആണ്. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്. എക്സ് ആരാണ്? മിഡിൽ ക്ലാസ് ആണ്. ഈ ക്ലാസിന്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ ഈ 10നും 20ക്കും ഇടയിലുള്ള മധ്യത്തുള്ള വാല്യൂ, മിഡിലുള്ള വാല്യൂ പറയണം. അല്ലെങ്കിൽ 10 + 20/2 ചെയ്യണം. 10 + 20/2 ചെയ്യുമ്പോൾ ആൻസർ എന്തൊരു 15 വരും. 15. 20 to 30 അതിനിടയിലുള്ള വാല്യൂ 25. നെക്സ്റ്റ് 35, നെക്സ്റ്റ് 45, നെക്സ്റ്റ് 55, നെക്സ്റ്റ് 65, നെക്സ്റ്റ് 75. ഇതാണ് മിഡിൽ ക്ലാസ്. അപ്പൊ നമുക്ക് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു. എക്സും കിട്ടി, എഫും കിട്ടി. നെക്സ്റ്റ് എഫ് എക്സ്. എഫ് എക്സ് ചെയ്യണം. എഫ് എക്സ് പറയുക. എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറയണം. 2 into 50, 30. 2 into 50, 30. 25 into 3, 75. 35 into 8, 35 into 8 ചെയ്യുമ്പോൾ 280, 280. 45 into 14 ചെയ്യുമ്പോൾ 40, 450, 450 plus 180. 450 plus 180, 630. 630 വരെ. 630. Then 55 into 8, 50, 400, 5, 45, 440, 440. 65 into 3, 190, 180 plus 30, 195. 15, 195. 75 into 2, 150. ഇതായിരിക്കും എഫ് എക്സ്. എഫ് ഇൻറ്റു എക്സ്. ഈ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ്സിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എഫ് എക്സ് കിട്ടും. ദെൻ അടുത്ത് എന്ത് ചെയ്യാം?
ഈ എഫ് എക്സ് കണ്ടുപിടിച്ചതിന്റെ സം എടുക്കണം. അതാണ് സിഗ്മ എഫ് എക്സ്. എഫ് എക്സിന്റെ സം എടുക്കുക. ഇവരെ ആഡ് ചെയ്യുമ്പോൾ 150, 195, 250, 350, 345, 745, 785, 785, 12, 785 and 1385, 1385 plus 1415, 1615, 1695, 17 plus 100, 1800, 1800. അപ്പോൾ ഇതാ സിഗ്മ എഫ് എക്സ് കിട്ടി. സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ 1800. അതിനെ എൻ കൊണ്ട്, എൻ ഈസ് ദ സം ഓഫ് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ സം പറയുക. 2 plus 3, 5, 8, 13, 23, 27, 30 plus 10, 40. അപ്പൊ എന്ത് കിട്ടി? എഫ് എക്സ് 1800, സം ഓഫ് ദ ഫ്രീക്വൻസി 40. അപ്പൊ എന്താ ആൻസറിലോട്ട് പോവാം. 1800 ഡിവൈഡഡ് ബൈ 40. 00 ക്യാൻസൽ ചെയ്യാം. 180 by 40 ചെയ്യുമ്പോൾ ആൻസർ 1800 ബൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 45 വരും. 45. 00 ക്യാൻസൽ ചെയ്തു. 18, 164 ടൈംസ് 25 ടൈംസ് 45. 45 is the mean. Then x minus x bar. The next column x minus x bar. X minus x bar. Calculations എല്ലാം നമ്മൾ മൈൻഡ് ചെയ്തെടുക്കാം. X minus x bar. X minus. Then modulus of x minus x bar here. X ൽ നിന്ന് x bar minus ചെയ്യുക. 15 minus 45, 30. 15 minus 45, 30. 25. Then x minus 25 minus 45, 20. 25 minus 45, 20. 35 minus 45 modulus എടുക്കണം. അതുകൊണ്ടാണ് നെഗറ്റീവ് ഒഴിവാക്കിയത്. 10. 45 0. 55 വീണ്ടും 10 വരും. 65 വീണ്ടും 20 വരും. 75 വീണ്ടും 30 വരും. ഇതാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. നെക്സ്റ്റ് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 20, 60. 3 into 20, 60. 10 into 8, 80. 0 into 14, 0. 10 into 8, again 80. 20 into 3, 60. Then 30 into 2, 60. ഇതിനെ ആഡ് ചെയ്യുക. 60, 60, 120, 80, 200, 80, 280, 340, 60, 400. 400. സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ 400. ആൻസറിലേക്ക് എത്തി. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഈക്വൽ ടു 400. സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എഫിന്റെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ സം ആണ് 400. Is 400 divided by equal to 400 divided by observation 40. Answer കിട്ടിക്കഴിഞ്ഞു. 400 0 വെട്ടി. Answer 10 is the mean deviation about mean. 10 is the mean deviation about mean. ഇതായിരിക്കും ഡീവിയേഷൻ. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കിയേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പിട്ടേ. വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരട്ടെ. ഇപ്പൊ ചാപ്റ്ററിന്റെ പകുതി കൂടുതൽ കണ്ടന്റ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുമ്പോൾ ചാപ്റ്റർ ഈസ് ഫിനിഷ്ഡ്. അപ്പൊ ഇനി ഇത്ര കണ്ടന്റ് കൂടിയേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ ഈ കണ്ടന്റ് എല്ലാം നിങ്ങൾ കറക്റ്റ് വാച്ച് ചെയ്തിട്ടുണ്ടോ? ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനേക്കാൾ സിമ്പിൾ ആണ് ഇനി പഠിക്കാനുള്ള കണ്ടന്റ്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾക്ക് പോലെ ഇതുപോലെ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ സാറ് തരുന്നുണ്ട്. നിങ്ങൾ എക്സസൈസ് 13.1 എടുക്കുക. എക്സസൈസ് 13.1. അതിൽ ക്വസ്റ്റ്യൻ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ 9 and 10. 2 questions are homework.
ഇനി അതിൽ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾ ആ എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഫിനിഷ് ചെയ്യാം. അടുത്ത എക്സസൈസ് വളരെ ചെറിയൊരു എക്സസൈസ് ആണ്. ഒരു ദിവസം അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പറ്റും. 9 and 10 ഹോംവർക്കായി ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഹോംവർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്തിടണം. സാർ അത് വെരിഫൈ ചെയ്തേക്കാം. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് 9 and 10 ഹോംവർക്ക്. ഓക്കെ, ഗണേശ സാറേ. സാറേ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? സാറേ, അപ്പം ചാപ്റ്ററിന്റെ പകുതിക്ക് മേൽ നമ്മൾ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടെ കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ഓവറോൾ ഫിനിഷ് ആവും. ഓക്കെ സാറേ, അപ്പൊ സാറ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ സാറേ.